ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് ദുഃഖവെള്ളി ഒരു മഹത്തായ ഓർമ്മ ദിനമാണ്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണം നാം അനുസ്മരിക്കുന്ന ഒരു ദിനം കൂടെ. ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും ദിവസമാണെങ്കിലും ദൈവത്തിന് നമ്മോടുള്ള മഹത്തായ സ്നേഹത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നതിനാൽ ഇത് പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും ദിവസമാണ്. ദുഃഖവെള്ളി സന്ദേശം വീണ്ടെടുപ്പിന്റെയും രക്ഷയുടെയും ഒന്നാണ്. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ശക്തിയുള്ള ഒരു സന്ദേശവുമാണ്. കുരിശിന്റെ അർത്ഥത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ കുരിശ് ക്രിസ്തുമതത്തിന്റെ കേന്ദ്ര ചിഹ്നമാണ്. അത് യേശു നമുക്ക് വേണ്ടി ചെയ്ത ആത്യന്തിക ത്യാഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. നാം കുരിശിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം അതിന്റെ പൂർണ്ണമായ അളവിൽ പ്രകടമാക്കുന്നത് നാം കാണുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം എഴുതി: നശിക്കുന്നവർക്ക് കുരിശിന്റെ സന്ദേശം വിഡ്ഢിത്തമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണ്. 1 കൊരിന്ത്യർ 1:18. കുരിശ് നമ്മുടെ സ്വന്തം പാപത്തെക്കുറിച്ചും ഒരു രക്ഷകന്റെ ആവശ്യത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നു. ഇത് ദൈവത്തിന്റെ നീതിയുടെ പ്രതീകമാണ്. പാപത്തെ അവഗണിക്കുവാൻ കഴിയുകയില്ല, പക്ഷേ ശിക്ഷിക്കണം. അതേസമയം അത് അവന്റെ കരുണയുടെയും കൃപയുടെയും പ്രതീകമാണ്. കാരണം യേശുവിന്റെ ത്യാഗത്തിലൂടെയാണ് നമുക്ക് ക്ഷമിക്കുവാനും ദൈവവുമായി അനുരഞ്ജിപ്പിക്കുവാനും കഴിഞ്ഞത്. പ്രവാചകനായ യെശയ്യാവ് എഴുതിയതുപോലെ, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർക്കപ്പെട്ടു. നമുക്ക് സമാധാനം കൊണ്ടുവന്ന ശിക്ഷ അവന്റെ മേൽ ആയിരുന്നു, അവന്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദുഃഖവെള്ളി സന്ദേശം സ്നേഹത്തിന്റെ സന്ദേശമാണ്. തന്റെ ഏക മകനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ അയക്കാൻ തയ്യാറായി നമ്മെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ കഥയാണിത്. യേശു തന്നെ പറഞ്ഞു, ഇതിലും വലിയ സ്നേഹത്തിന് മറ്റാരുമില്ല, ഒരുവന്റെ സ്നേഹിതർക്ക് വേണ്ടി ഒരുവന്റെ ജീവൻ കൊടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ആ സ്നേഹത്തിന്റെ പരമമായ പ്രകടനമാണ് കുരിശ്. എന്നാൽ ദൈവസ്നേഹം ഒരു സൈദ്ധാന്തിക ആശയം മാത്രമല്ല, അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയത്, സ്നേഹം എന്താണെന്ന് നാം അറിയുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ ജീവൻ വെച്ചു കൊടുത്തു. നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി നാം നമ്മുടെ ജീവനെ സമർപ്പിക്കുവാൻ തയ്യാറാണ്. 1 യോഹന്നാൻ 3:16 പറയുന്നത്. ദൈവസ്നേഹം അനുഭവിക്കുമ്പോൾ നാം രൂപാന്തരപ്പെടുന്നു. നാം കൂടുതൽ സ്നേഹമുള്ളവരും കൂടുതൽ അനുകമ്പയുള്ളവരും മറ്റുള്ളവരെ സേവിക്കുവാൻ കൂടുതൽ സന്നദ്ധരുമായി തീരുന്നു. കുരിശിന്റെ ശക്തിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദുഃഖവെള്ളി സന്ദേശം ശക്തിയുടെ സന്ദേശം കൂടെയാണ്. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനുള്ള ശക്തിയാണ് കുരിശിന്റെ ശക്തി. അപ്പോസ്തലനായ പൗലോസ് എഴുതിയത്, പാപത്തിന്റെ ശമ്പളം മരണമാണ്, എന്നാൽ ദൈവത്തിന്റെ ദാനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ ആകുന്നു. റോമർ 6:23. തന്റെ മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും യേശു പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തി. അവൻ നമുക്ക് നിത്യജീവന്റെ സമ്മാനം വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ കുരിശിന്റെ ശക്തി ഒരു ഭാവി പ്രതീക്ഷ മാത്രമല്ല, അത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ഇനി ജീവിക്കുന്നില്ല, എന്നാൽ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. ഞാനിപ്പോൾ ശരീരത്തിൽ ജീവിക്കുന്ന ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ ഞാൻ ജീവിക്കുന്നു. ഗലാത്യർ 2:20. നാം കുരിശിന്റെ സന്ദേശം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം രൂപാന്തരപ്പെടുകയും ക്രിസ്തുവിൽ നാം പുതിയ സൃഷ്ടികളായി തീരുകയും ചെയ്യുന്നു. ദുഃഖവെള്ളി സന്ദേശം പ്രത്യാശയുടെയും പരിവർത്തനത്തിന്റെയും സന്ദേശമാണ്. അത് ദൈവസ്നേഹത്തെക്കുറിച്ചും
യേശുവിൻ്റെ ത്യാഗത്തെക്കുറിച്ചും കുരിശിൻ്റെ ശക്തിയെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം കുരിശിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ സ്വന്തം പാപത്തെക്കുറിച്ച് നാം ഓർക്കുന്നു. നാം കുരിശിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ സ്വന്തം പാപത്തെക്കുറിച്ചും ഒരു രക്ഷകന്റെ ആവശ്യത്തെക്കുറിച്ചും നാം ഓർക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച സന്ദേശം നമ്മെ മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും വിളിക്കുന്നു. അവൻ നമുക്ക് രക്ഷയുടെയും നിത്യജീവന്റെയും സമ്മാനത്തെ വാഗ്ദാനം ചെയ്യുന്നു. ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കുമിടയിലും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും പ്രത്യാശയും സന്തോഷം നിറയ്ക്കുവാനും ശക്തിയുള്ള ഒരു സന്ദേശമാണിത്. ദുഃഖവെള്ളി ആഘോഷിക്കുമ്പോൾ കുരിശിന്റെ അർത്ഥവും ദൈവസ്നേഹവും പ്രത്യാശയും വീണ്ടെടുപ്പ് നൽകുന്ന സന്ദേശത്തിന്റെ ശക്തിയും നമുക്ക് ഓർക്കാം. കുരിശിന്റെ സന്ദേശത്താൽ നാം രൂപാന്തരപ്പെടട്ടെ. ക്രിസ്തു നമ്മെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും അത് നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.